റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ തെളിവുകൾ യുഎസിന് നൽകാൻ റഷ്യ. ഡ്രോൺ ആക്രമണത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമിട്ടുവെന്ന് റഷ്യ ആരോപിച്ച് ദിവസങ്ങൾക്ക് ശേഷം സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങൾ അമേരിക്കയുമായി പങ്കിട്ടതായി വ്യാഴാഴ്ച റഷ്യൻ അധികൃതർ പറഞ്ഞതായി അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച ആദ്യം നോവ്ഗോറോഡ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റിന്റെ വസതി ലക്ഷ്യമിട്ടായിരുന്നു ഡ്രോൺ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ഉക്രൈനാണെന്ന് മോസ്കോ കുറ്റപ്പെടുത്തുകയും ചെയ്തു. റഷ്യ ജനറൽ സ്റ്റാഫിന്റെ മെയിൻ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ മേധാവി ഇഗോർ കോസ്റ്റ്യുക്കോവും മോസ്കോയിലെ യുഎസ് മിലിറ്ററി അറ്റാച്ച് ഓഫീസിലെ ഒരു പ്രതിനിധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണിക്കുന്ന ഒരു വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ടെലിഗ്രാമിൽ പുറത്തിറക്കി. ആരോപിക്കപ്പെടുന്ന ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അവതരിപ്പിക്കുന്നതിനായിരുന്നു യോഗം. ഞാൻ ഇഗോർ കോസ്റ്റ്യുക്കോവ്, റഷ്യയിലെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫിന്റെ മെയിൻ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ തലവൻ. ഒരു പ്രധാന കാര്യത്തിനായി ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ട ആളില്ലാ ആകാശവാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോയിൽ കാണുന്നത് പോലെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോസ്റ്റ്യുക്കോവ് പറഞ്ഞു. യോഗത്തിനിടെ കോസ്റ്റ്യുക്കോവ് ഡ്രോണുകളിൽ ഒന്നിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്ന ഒരു ഉപകരണം പ്രദർശിപ്പിച്ചു. സംഭവത്തിൽ വെടിവെച്ചിട്ട നിരവധി ഡ്രോണുകളുടെ നാവിഗേഷൻ സംവിധാനങ്ങൾ വലിയ തോതിൽ കേടുകൂടാതെ ഇരുന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഈ ഡ്രോണുകളിൽ പലതിലും നാവിഗേഷൻ സംവിധാനങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും സാങ്കേതികമായി പ്രവർത്തനക്ഷമവുമാണ്. റഷ്യയുടെ പ്രത്യേക സേവനങ്ങളിലെ വിദഗ്ധർ നടത്തിയ ഈ ഡ്രോണുകളുടെ നാവിഗേഷൻ കൺട്രോളുകളുടെ മെമ്മറിയിലെ ഉള്ളടക്കത്തിന്റെ ഡീകോഡിംഗ് നോവ്ഗോറോഡ് മേഖലയിലെ റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ വസതിയുടെ കെട്ടിട സമുച്ചയമായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായും കൃത്യമായും സ്ഥിരീകരിച്ചു, അനഡോലു ഏജൻസി ഉദ്ധരിച്ചു. കോസ്റ്റ്യുക്കോവ് പിന്നീട് ആ ഉപകരണം യുഎസ് സൈനിക പ്രതിനിധിക്ക് കൈമാറി. ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകൾ നിർമ്മിച്ച ഈ കൺട്രോളറിന്റെ വിവരണവും നിങ്ങൾക്ക് കൈമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ നടപടി എല്ലാ ചോദ്യങ്ങളും നീക്കം ചെയ്യാനും സത്യം സ്ഥാപിക്കുന്നതിന് സംഭാവന നൽകാനും സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡിസംബർ 29 രാത്രിയിൽ 91 ഡ്രോണുകൾ ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തിയതായി റഷ്യയും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാ ഡ്രോണുകളും തടഞ്ഞു നശിപ്പിച്ചതായും അവശിഷ്ടങ്ങൾ വീണതിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എല്ലാ ഡ്രോണുകളും വിജയകരമായി തടഞ്ഞു നശിപ്പിച്ചതായി ലാവ്റോവ് സ്ഥിരീകരിച്ചു. ആളപായമോ സ്വത്ത് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന് മോസ്കോ മറുപടി നൽകുമെന്നും റഷ്യയുടെ പ്രതികാര നടപടികളുടെ സമയവും ലക്ഷ്യങ്ങളും ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആരോപിക്കപ്പെടുന്ന ആക്രമണം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. രാഷ്ട്രീയ നേതൃത്വത്തിനു നേരെയുള്ള ആക്രമണങ്ങളെ നിരവധി ആഗോള നേതാക്കൾ അപലപിച്ചു. പുടിന്റെ വസതി ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ നിലവിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അവയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി മോദി എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിച്ചു. റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ വസതി ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ടുകളിൽ അതീവ ആശങ്കയുണ്ട്. ശത്രുത അവസാനിപ്പിക്കുന്നതിനും സമാധാനം കൈവരിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗമാണ് നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ. ഈ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവയെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും നടപടികൾ ഒഴിവാക്കാനും ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പ്രധാനമന്ത്രി എക്സിലെ തന്റെ പോസ്റ്റിൽ പറഞ്ഞു. ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ പങ്കില്ലെന്ന് പറഞ്ഞ ഉക്രൈൻ റഷ്യയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. പകരം മോസ്കോ സംഘർഷം വർദ്ധിപ്പിക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര സമാധാന ശ്രമങ്ങൾ തടസ്സപ്പെടുത്താനും ശ്രമിക്കുകയാണെന്ന് കീവ് ആരോപിച്ചു. റഷ്യയുടെയും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെയും അവകാശവാദങ്ങൾ സെലൻസ്കി തള്ളിക്കളഞ്ഞു. അവയെ കെട്ടുകഥകൾ എന്ന് വിളിക്കുകയും നയതന്ത്രത്തെ ദുർബലപ്പെടുത്താൻ ഉക്രൈൻ നടപടികൾ സ്വീകരിക്കില്ലെന്നും പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ സംഘവുമായുള്ള ഞങ്ങളുടെ പങ്കിട്ട നയതന്ത്ര ശ്രമങ്ങളുടെ എല്ലാ നേട്ടങ്ങളെയും ദുർബലപ്പെടുത്താൻ അപകടകരമായ പ്രസ്താവനകൾ ഉപയോഗിച്ച് റഷ്യ വീണ്ടും രംഗത്തുണ്ട്. സമാധാനം കൂടുതൽ അടുപ്പിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കീവ് ഉൾപ്പെടെയുള്ള ഉക്രൈനെതിരായ കൂടുതൽ ആക്രമണങ്ങളെയും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റഷ്യ വിസമ്മതിച്ചതിനായും ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കെട്ടിച്ചമച്ചതാണ് ഈ റെസിഡൻസ് സ്ട്രൈക്ക് കഥ. സാധാരണ റഷ്യ നുണ പറയുന്നു. കൂടാതെ മന്ത്രിസഭാ മന്ദിരം ഉൾപ്പെടെ റഷ്യ ഇതിനകം തന്നെ കീവിന് ലക്ഷ്യമിട്ടിട്ടുണ്ട്. സെലൻസ്കി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തിങ്കളാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മാറേ ലാഗോ ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സംഭവത്തിൽ താൻ വളരെ രോഷാകുലനാണെന്ന് പറഞ്ഞു. ട്രംപ്, എനിക്കിത് ഇഷ്ടമല്ല, അത് നല്ലതല്ല എന്ന് പ്രസിഡന്റ് പുടിൻ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. എനിക്കതിൽ വളരെ ദേഷ്യം തോന്നി. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാലഘട്ടമാണ്. ഇത് ശരിയായ സമയമല്ല. അവർ ആക്രമണകാരികളായതിനാൽ ആക്രമണകാരികളാകുന്നത് ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതൊന്നും ചെയ്യാൻ ഇത് ശരിയായ സമയമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.